അവന് അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അവൻ എന്തായാലും രക്ഷപ്പെടുന്ന എനിക്ക് അറിയാം, കാരണം അത്രയും കഴിവുണ്ടാവും. ആ ഒരു ആസിഫ് അലീനെ പോലെങ്കിലും ആവുന്ന എൻ്റെ ഒരു ചിന്ത. എനിക്ക് ബിഗ് ബോസിന് ശേഷം കുറെ സിനിമയിലൊക്കെ ഓഫർ വന്നിട്ടുണ്ടായി, പക്ഷെ എനിക്കത് ഒരു കോർപ്പറേറ്റ് ജോബ് പോലെയാണ് തോന്നിയത്. ഞാൻ അവളായിട്ട് ഏകദേശം മുന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത മുണ്ടിയത്. അത് അവർ കാക്കേനെ പിടിച്ച്, അവളൊരു കാക്കേനെ കൊണ്ടുവന്നു, കാക്കക്കുഞ്ഞിനെ അവിടെ വീട്ടിൽ കൊണ്ടിട്ടു. എന്നിട്ട് കാക്കക്കുഞ്ഞിനാ അതൊക്കെ മരിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാൻ റൈറ്റും ഞാനും പറഞ്ഞ് വേണ്ട, അതെന്തായാലും മരിക്കും, അതിനടുത്ത് പുറത്തിട്, പണിയാവും, അത് ഇവിടെ കിടന്ന് മരിക്കും. എന്നിട്ട് അത് മരിച്ചിട്ട് അവര് നോക്കിയില്ല, എന്നിട്ട് എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ഇട്ടു. റൈറ്റോ അവളും കൂടെ അടിയായി. അങ്ങനെ ഇതിനിടയിൽ വക്കാലത്ത് പിടിക്കാൻ പോയാ ഞാൻ, റൈറ്റോ അവളും കൂട്ടായി. പിന്നെ ഞാൻ പക്ഷെ മുണ്ടില്ല കുറെ കാലം. നമ്മൾ കാണുന്ന സമയത്ത് അത്ര ബുദ്ധി എനിക്കിപ്പോ ബുദ്ധിയേ ഇല്ല. സീരിയസ്ലി വളരെ ബുദ്ധി കുറവാണ്. ഞാൻ ചില സമയത്തല്ലേ ഞാൻ എന്ത് മണ്ടന, ഞാൻ മറ്റേ മരിക്കാതിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ അന്വേഷിക്കാറ്. ഇപ്പൊ ബ്രയൻ ജോൺസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാര് മരിക്കാതിരിക്കാനുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് പറഞ്ഞുതരുമോ എന്തെങ്കിലും പഠിച്ചെന്തെങ്കിലും? ഇല്ല, ചില നല്ലവരൊക്കെ മരിച്ചു പോകണം. ഞാനേ ഉമ്മയോ അല്ലെങ്കിൽ ഫാമിലിത്തെ എല്ലാരും കാണുന്ന സമയത്ത് ഈവൻ ഇപ്പൊ ഞങ്ങളെ കുറിച്ച് നല്ലത് പറയുന്ന വിചാരിച്ചാ ആള് സത്യസന്ധമായിട്ടാ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെയൊന്നുമില്ല, ഭയങ്കര അമ്മ മനസ്സ് ഫാമിലി ഒന്നും അല്ല. ഇപ്പൊ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി വാങ്ങാന്ന് പറയുന്നത് ഏറ്റവും ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം, ഡ്രീം ആയിട്ട് കാണുന്ന വണ്ടി വാങ്ങിയല്ലോ, അതിന്റെ ഒരു സന്തോഷം പറയും. അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് വളർന്ന വഴിക്ക് അതും വണ്ടിയും നമ്മുടെ ഒരുപാട് പേരുടെ ഡ്രീം ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിന്റെ ആക്സിഡന്റില് ഞാൻ താറ് എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലോ, കാർ അത് ബുക്ക് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ താറിനെ കുറിച്ച് പഠിക്കാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിനെ കുറിച്ച് കുറെ വെറുതെ നോക്കും, അതിന്റെ ആക്സില് ഊസില് പിന്നെ വേരിയന്റുകൾ. അങ്ങനെ നോക്കിയപ്പോ ഈ വെബ്സൈറ്റിൽ കണ്ട വണ്ടിയായത്, ബുക്കിംഗ് ഓപ്പൺ ആയിട്ടെന്ന് കാണിച്ചു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വീണ്ടും നോക്കി, കൊള്ളാല സാധനം, എന്നാ പിന്നെ എടുക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് ഇന്ന് ഫെബ്രുവരി 14 അപ്പൊ ബുക്കിംഗ് ആണല്ലോ, അങ്ങനെ ബുക്ക് ചെയ്തു. ഫെബ്രുവരി 14 ഗേൾഫ്രണ്ട് ഗിഫ്റ്റ് തരാത്തോണ്ടാണോ? അല്ലല്ല, രാവിലെ ഇറക്കം എണീച്ചിട്ട് ചുമ്മാ ഇരുന്ന് ബുക്ക് ചെയ്ത വണ്ടിയാണ്. പിന്നെയാണ് അതിനെ കുറിച്ച് ആലോചിക്കണം. ബെസ്റ്റ് തീരുമാനമാണ് അത്. ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആണ് അത്, വീട്ടുകാർക്കായാലും നമുക്കും ഒരു വലിയ അച്ചീവ്മെന്റ്. വീടും കൂടെ സെറ്റ് ആക്കണം, അതിന്റെ പണിപ്പുരയാണോ? അത് അതിനുവേണ്ടി പുറകെ നടക്കണം. കാരണം വീടും കൂടെ രസവും. ഞാൻ ഈ കാർ എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ കാറാണ് എടുത്തത്. അവതാർ എന്ന് പറഞ്ഞ സിനിമയിൽ ടെറൂഖ് മക്തോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് നായകൻ ഒരു കിളിയെ പറപ്പിക്കുന്ന അറിയാം, അത് അവസാനം ഒരു ഓറഞ്ച് കിളിയെ കൊണ്ടുവരും. അപ്പൊ അവൻ എന്ത് ചെയ്യും, എല്ലാവരും ബഹുമാനിക്കും. അത് ആ ഒരു ഫാന്റസിയിലാണ് ഞാൻ ഈ ഓറഞ്ച് കാർ. ആ കാറിന് ടെറൂഖ് എന്ന് പേര് വിട്ട് അത് അങ്ങനെ ആക്കണം എന്റെ ആഗ്രഹം. അതിന്റെ പേര് ഇങ്ങനെ വെറൈറ്റി ആഗ്രഹങ്ങളുണ്ടോ? അതായത് ചില നമ്മൾ കണ്ട സിനിമ ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ കണ്ട സിനിമകള്, ഗെയിമിലെ ക്യാരക്ടേഴ്സ് അതൊക്കെ നോക്കും. ഞാൻ ഫാർ ക്രൈ 3 എന്ന് പറഞ്ഞ ഗെയിമിലെ ക്യാരക്ടേഴ്സ് കളിക്കാറ്. NFS മോസ്റ്റ് ആണെന്ന് പറഞ്ഞ ഗെയിമിലെ കാറുകളൊക്കെ ആക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ കുറെ ഫാന്റസികളുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചിരി വരെങ്കിലും നമുക്കത് വലിയൊരു കേൾക്കുന്നവര് ചിലവർക്കേ ചിരി വരുള്ളൂ. ഇത് അറിയാവുന്നവർക്ക് അവര് എന്നെ പോലെയാണല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെ വെറൈറ്റി ആയിട്ട് നിങ്ങളിപ്പം 2 ആൺകുട്ടികളുണ്ടപ്പം ചിലപ്പോ ഒരേ വൈബ് ആയിരിക്കില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ 2 അനിയനും ചേട്ടനും ഒരുപോലെയാണ്? 100%. ഓ, ഒരു ചട്ടിയിൽ വാർത്ത പോലെ. നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ തിങ്കിങ് പ്രോസസ്സിൽ? അവൻ കുറച്ച് ഫീലിങ്ങും എംപത്തിയും ഒക്കെ ഭയങ്കര കൂടുതലാണ്. അതായത് അവൻ മ്യൂസിക് എല്ലാം നല്ലോണം കേൾക്കും. അവന് ആൾക്കാരോട് ഭയങ്കര എംപത്തി ഒക്കെ തോന്നും, കണക്ഷൻ ഒക്കെ കൂടുതൽ തോന്നും, ഫീലിംഗ് ആയിരിക്കും. ഇപ്പൊ സുനേന അവനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫീലിംഗ് വെച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്റെ അനിയത്തി അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ കടിച്ചൊക്കെ പിടിക്കും, പല്ല കടിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവന്റെ. ഞാൻ നേരെ ലോജിക്കലായിരിക്കും അത് ചിന്തിക്കുന്നത്. അവൾ അങ്ങനെ പറഞ്ഞതിന്റെ കാരണത്തിൽ ഇങ്ങനെ ഞാൻ അതിന് പറഞ്ഞ വിഷമം ഇങ്ങനത്തെ ചിന്തയില്ല. പക്ഷെ അവ അത് ഉള്ളിൽ ഹാർട്ടിലോട്ട് എടുക്കും. അവന്റെ സ്വഭാവം അതും എന്റെ സ്വഭാവത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഹാർട്ടിലിട്ട് ചിലതൊക്കെ എടുക്കും. പക്ഷെ നല്ല ക്വാളിറ്റി ആട്ടോ. എല്ലാം ഹാർട്ടിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ കൂടി പറ്റില്ല. ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഹാർട്ടിലെടുക്കുന്നവരാണ് കുറച്ചും കൂടെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നാറ്. അത് കുറെ നാൾക്ക് മുമ്പ് ഞാൻ ഈ പാട്ടൊക്കെ ബിഗ് ബോസിന് മുമ്പ് ഞാൻ എല്ലാം ഹാർട്ടിലോട്ട് ഇതാക്കുന്ന ആളാണ്, എടുക്കുന്ന ആളായിരുന്നു. ഇപ്പൊ ആ കഴിവ് പോയി. എങ്ങനെയാണ് അത്?
കാരണം ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്റെ ഹാർട്ട് ബീറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചിന്തിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, എന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടിയാൽ മറ്റൊരാളുടെ ഹാർട്ട് ബീറ്റും കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു കോരിത്തെരിപ്പ് വന്ന് മറ്റൊരാൾക്ക് ഈ സാധനം കോരിത്തെരിപ്പ് വരും. അപ്പൊ ഞാനിരുന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴും എന്റെ പുറത്ത് കോരിത്തെരിപ്പ് വരുന്നുണ്ടോ നോക്കിയാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അപ്പൊ എന്റെ ഹാർട്ടിലോട്ട് ഇത് എടുക്കുന്നുണ്ടോ നോക്കിയാണ് ഞാൻ എഡിറ്റ്. അന്ന് അതുകൊണ്ടാണ് ആ ഒരു ലെവലിലായിരുന്നു ഞാൻ ബിഗ് ബോസിലോട്ട് പോയിട്ട് ഹാർട്ടിന്ന് പുറത്ത്. ഇതിപ്പോ ഞാനിപ്പോ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ബ്ലിസ്സിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ ബ്ലിസ്സിന്റെ വളരെ ഫ്രണ്ട് സർക്കിൾ ഒരാള് ഞാൻ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി പോവാണെങ്കിൽ ബെസ്റ്റിലേക്ക് പോകണം എന്നാണോ പോണ്ടാന്നാണോ പറയുന്നത്? ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോവാനേ അറിയും. എന്തുണ്ടാ ഇപ്പൊ നമുക്കൊരു ഭയങ്കര ചേഞ്ചസ് നല്ലതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഒരാളുടെ ഇപ്പൊ ഈ പറഞ്ഞ ഹാർട്ടിലെടുക്കുന്ന ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ അത് നമുക്ക് വലുതല്ലേ. അല്ല, ഓപ്പർച്യൂണിറ്റീസ് പോലെ ഇരിക്കൂലേ. ഓപ്പർച്യൂണിറ്റീസ് ഏതാ വന്ന് നോക്കുന്ന ചിലപ്പോ അതിലായിരിക്കും നമ്മൾ ഏറ്റവും അടിപൊളിയാവും. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. എനിക്കിപ്പോ ഇതാണെന്ന് തോന്നണമെങ്കിലും ചിലപ്പോ അതായിരിക്കും ബെസ്റ്റ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പോ അവർക്ക് അതായിരിക്കും ബെസ്റ്റ്. അപ്പൊ പോണെന്ന് തന്നെ ഞാൻ പറയും. അവരെ ക്യാരക്ടറോടെ നോക്കും. അലമ്പാണെങ്കിൽ അളിയാ നീ പോവല്ലേ. ഈ പറഞ്ഞ ബ്ലസ്സിന്റെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്റെ റൂംമേറ്റ് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പൊ ആളെ കൊണ്ട് എന്തെങ്കിലും പാട്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ ഒരു 6-7 മാസമായി പാട്ട് പാടിയിട്ട്. അതെന്താ ഇപ്പൊ പാട്ടുകാർ എപ്പോഴും മൂളിപ്പാട്ടല്ലാതെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഞാൻ കേട്ടിട്ടില്ലേ. ഒരു പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയല്ലേ? അപ്പൊ ആ ഒരു ഇതില്ല. അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് എന്റെ ഒരു സ്റ്റേജിലെത്തിയാൽ എനിക്ക് പാടാൻ തോന്നുള്ളൂ. അതാണ് പ്രശ്നം. അങ്ങനെ തോന്നാത്തോണ്ടാണ് ഞാൻ പാടാത്തത്. ഇപ്പൊ ഒരുപാട് പാരഡി സോങ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വേർഡ്സ് മാറ്റിയിട്ടൊക്കെ പാടുന്നതിൽ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കുറെ ഉണ്ട്. ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് പാട്ടായിരുന്നു കുഴിമന്തി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അമ്മ ചേച്ചി ഓർമ്മ അതെനിക്ക് കുറെ പേര് റീലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നപ്പോഴത്തേക്ക് ചെയ്തതാണ്. കാരണം അറ്റൻഷൻ എവിടെയാണോ കിട്ടുന്നത്. ആൾറെഡി പർദീസ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ആൾക്കാരുടെ അറ്റൻഷൻ ഉണ്ട്. അപ്പൊ അവര് ആ ടൂൺ കേട്ട് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യും. കാരണം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു. അപ്പൊ ആ ടൂൺ ഞാൻ എടുത്തതിന് ശേഷം ഒരു കഥ അതിനകത്ത് സ്റ്റോറി ഇംപ്ലിമെന്റ് ചെയ്ത് ഇച്ചിരി സ്പീഡ് കൂട്ടി കണക്കിലൊക്കെ ആക്കി എന്റെ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കി അങ്ങനെ ചെയ്ത ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് ചിലപ്പം നമ്മുടെ വലിയ ഡ്രീമാണ് നമ്മളെ സക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലെസ്ലി ഇപ്പൊ നമ്മൾ പൃഥ്വിരാജിനൊക്കെ ചോദിച്ച പോലെ ഒരു 10 വർഷം കഴിഞ്ഞാ ലെസ്ലി എവിടെയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ചൈന ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ച് ചൈനയിൽ സെറ്റിൽഡ് ആവാൻ ആഗ്രഹമുണ്ടോ? നമ്മള് അവിടെ പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പഠിച്ചോ ഞാൻ ഇവിടെ ജനിക്കേണ്ടവനായിരുന്നു. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ചെറുതായിട്ട് സ്ഥലം ഒന്ന് മാറിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മളെ സ്റ്റോറിക്ക് നല്ല ഡെപ്ത് കിട്ടും. നമ്മൾ അവിടെ തന്നെ എത്തിയല്ലോ. അങ്ങനെയല്ല, നമ്മളെ സ്റ്റോറി ആ ഒരു ക്യാരക്ടർ പോണില്ലേ. ബ്ലസ്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ പോകുന്നില്ലേ. അതായത് ഇന്ന ഡ്രൈവറിന്റെ മനായിട്ട് ജനിച്ചു, ഇവിടെ വർക്കെല്ലാം നടയാൻ ജനിച്ചു, അവിടെ ഇങ്ങനെ പോയി അതൊക്കെ ചെയ്തു, പാട്ട് ചെയ്തു, ക്യാമറ വീഡിയോ ചെയ്തു, എഡിറ്റിംഗ് ചെയ്തു, ബിഗ് ബോസ് എത്തി, പാട്ട് ബിസിനസ്സിലേക്ക് കടന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, പല ആലമ്പും കാണിച്ചു. എന്നിട്ട് അവിടെ ചൈനയിലെത്തുന്നു. അപ്പൊ എവല്യൂഷന്റെ താഴെ എവല്യൂഷനിൽ പിന്നോക്കം കടന്നു ഞാൻ ടോപ്പിലേക്ക് പോകുമ്പോ KGF അവന് ബ്ലഡ് പോലും ഇല്ലായിരുന്നു. അവനല്ലേ സ്റ്റോപ്പിലൊക്കെ രസമുണ്ട്. പക്ഷെ ആൾറെഡി കിങ് ആയ KGF നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോ ഒരു സുഖം കിട്ടുന്നില്ലല്ലോ. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റോറിക്ക് ഒരു ഡെപ്ത് വരണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ജനിച്ചിട്ട് തന്നെ പോകണം. അല്ല, ഇവിടെ ജനിച്ചിട്ട് എവിടെയും പോകാനൊന്നുമില്ല, ഇവിടെ തന്നെ കാണും. പക്ഷെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എത്തണം ഉദ്ദേശിക്കുന്നത്. കഥയില്ലാത്തവെന്ന് പറയരുതാരും. നല്ല കഥയുണ്ട്. അല്ലെങ്കിൽ ഞങ്ങള് കഥ പറയും, വെറുതെ ഒരു കഥയില്ലാത്തൊരു മനുഷ്യൊന്നല്ല. ഈ പറഞ്ഞ 10 വർഷം കഴിഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടില്ല. ചൈനയിലായിരിക്കും നമ്മൾ. ചൈനയിൽ എന്ത് ചെയ്യായിരിക്കും? ചൈനയില് എനിക്ക് VR ഓഗ്മെന്റഡ് റിയാലിറ്റിയും VR ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കുറിപ്പുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മില്യണേറായിരിക്കും. ശരിക്കുമല്ലോ ഇങ്ങനെ സംസാരിക്കുമ്പോ നമ്മള് നോർമലി കാണുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഇങ്ങനെയൊക്കെ മതി, ഇവിടെയൊക്കെ ജീവിച്ച് മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്നിടത്ത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ പോരാ, കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളെ സറൗണ്ടിങ് ആണ് മാറ്റുന്നത്. അതെ, ഓക്കെ. ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ലൈഫില്? എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാണുന്നവരെ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന പോലെയാ. നമ്മൾ ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ ഫിൽട്ടർ ചെയ്യണം. ഞാൻ പറയാം വലിയ സന്യാസിയും അല്ലെങ്കിൽ വലിയ സൽസ്വഭാവിയൊന്നും അല്ലട്ടാ. എന്നാലും എനിക്ക് ഭയങ്കര തെറ്റുകൾ പറ്റും. എന്നാലും എന്റെ ചില നേരെ അങ്ങ് വരും.
ചിലരാണെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് തരും, ചിലർ ചീത്ത അഡ്വൈസ് തരും. എങ്ങനെയെങ്കിലുമൊക്കെ ചീത്തയൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട് ഭാഗ്യത്തിൽ. ഈ പല ആളുകൾ ഇപ്പൊ പ്ലസിനെ പോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ ചിന്തിക്കണം അല്ലെ ഇതുപോലെ സംസാരിക്കണം, ഈ ട്രാക്കാണ് നല്ലതെന്ന് തിങ്ക് ചെയ്യും. കാരണം കുറച്ചേരം പ്ലസിനോട് സംസാരിച്ചിരുന്നാൽ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ അറിവുകൾ എടുത്ത വായനയാണോ അത് എക്സ്പീരിയൻസ് ആണോ, എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിയണേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞ എന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരിരുന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പോണ സ്വഭാവമുള്ള ആളാണ്. ഇഷ്ടമുള്ള സാധനം അന്വേഷിച്ച് പോയാൽ മതി, കിട്ടും. അതാണ് എങ്കിലും ഞങ്ങൾ പ്ലസ്ലി പറഞ്ഞാന്ന് ഓർക്കും. ഇത് ശരിയാണ്, ലൈഫില് ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തേടി പോവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടും. യെസ്, അതാണ് നമുക്കൊരു മോട്ടിവേഷൻ. തപ്പിപ്പോവാ അങ്ങനെ. സന്തോഷ് ജോർജ് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അത് അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാറുണ്ട്. ആള് പറയുന്നതെല്ലാം നമ്മൾ ആദ്യമൊക്കെ നമ്മളെ കുറിച്ച് നമുക്ക് നമ്മള് ചെറിയ ചിന്താഗതി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ ഇതാണല്ലോ പറഞ്ഞു. ആ ഒരു പാതയാണ് ഇപ്പൊ ട്രാവലിങ്ങിന്. അങ്ങനെ ട്രാവലിംഗ് ഭയങ്കര സംഭവമാണെന്നല്ല, ഞാൻ എക്സ്പ്ലോർ ചെയ്യാണ് എന്നെ സ്ഥലങ്ങളും. അത് ഒറ്റക്ക് തന്നെ പോകണം നിർബന്ധം? അങ്ങനെയൊന്നുമില്ല. ഒറ്റക്കാണല്ലോ ഇപ്പൊ. ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാറില്ല. എനിക്ക് കൂട്ടുകാരുണ്ടാവും, ആരെങ്കിലും ഉണ്ട്, അനിയനുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ പറഞ്ഞ തേടിപ്പോയി കിട്ടട്ടെ. ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ പ്ലസ്ലി അത് ഉറപ്പാണ്. അപ്പൊ ഞാൻ വന്ന് പറയും ഓർമ്മയുണ്ടോ എന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞ ആരാ ചോദിക്കും. ഓ ശരിയാ, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ചില്ലറ അല്ലട്ടോ. 100% അതുപോലെ നടക്കട്ടെ. ഞാനും വിഷ് ചെയ്യാണ് ലൈഫ്. ഞാൻ ഇടയ്ക്ക് ഒന്നുകൂടെ ഫേമസ് ആയാലോ ഒന്ന് കുറച്ചും കൂടി. ഒരു മൂഡില്ല, കുറച്ച് അത് അങ്ങോട്ട് ഏകദേശം തിരിച്ചു വരും. ചിന്തിക്കുമ്പോ തന്നെ ഒരു കുറച്ച് മടിയനാണോ? മടി. ചിലപ്പോ അത് പുറത്ത് വരണം എന്ന് പറയല്ലോ. നമുക്കിപ്പോ സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. നമ്മളിപ്പൊ ട്രൈ ചെയ്താ ഇപ്പൊ പണിയെടുത്താ നമുക്ക് നമ്മുടെ വയസ്സായ കാലത്ത് റെസ്റ്റ് എടുക്കാന്നൊക്കെ പറയില്ലേ. ഈ മില്ലിയനറൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനിപ്പോ ഹാർഡ് വർക്ക് ചെയ്യണല്ലോ. ഞാൻ മരിക്കാതിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ ബ്രയൻ ജോൺസൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാര് മരിക്കാതിരിക്കാനുള്ള ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കുറെ പഠിച്ചോണ്ടിരിക്കണേ. എന്താ സംഭവം എനിക്കും പറഞ്ഞുതരുമോ? എന്തെങ്കിലും പഠിച്ചെന്തെങ്കിലും? ഇല്ല, ചില നല്ലവരൊക്കെ മരിച്ചു പോകണം. ഇത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം. അതെനിക്ക് വേറെ അല്ല, ഞാൻ പണ്ട് എന്റെ ചിന്തയാണ്, തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ് നമുക്ക് ലൈഫ് വരുന്നത് ഞാൻ ചിന്തിച്ചു. കാരണം തേങ്ങ, മലയാളിക്ക് എന്താ ഇത്ര ബുദ്ധിയും കാര്യവും ആയുസൊക്കെ, തേങ്ങ കൺസ്യൂം ചെയ്യുന്നതാണ് എനിക്ക് തോന്നാറുണ്ട്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്, മിറക്കിൾസ് ഓഫ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ബുക്ക് വായിക്കണം. അതായത് എനിക്ക് തെറ്റായിരിക്കും, വളരെ തെറ്റാണ്. എന്റെ പരിമിതമായ ആലോചന. ഞാൻ ഇതിലൊക്കെയാണ് ജീവിക്കുന്നത്. കോൺസ്പിറസി തിരയാണ്, എന്റെ മണ്ടത്തരങ്ങളിലൊക്കെയാണ് ജീവിക്കുന്നത്. ഞാൻ ആലോചിച്ച് തേങ്ങക്ക് ആവറേജ് 72 വയസ്സോളം തെങ്ങ് ജീവിക്കും. നമ്മളത് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളും ജീവിക്കും 72 വയസ്സാണ്. ആ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മളെ ബോഡിയിലോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ അത്രയും കൂടെ ജീവിക്കുക എന്നാണ് എന്റെ ചിന്ത. അങ്ങനെ ഞാൻ നോക്കി അതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറെ നടന്നു. അപ്പൊ വേറൊരു സാധനമുണ്ട്, ഒലിവിന് 400 ഇത്രയും വർഷം പഴക്കമുണ്ട്. അപ്പൊ അത് കുടിച്ചാലും കോക്കനട്ട് ഓയിലിന് സെയിം ബെനിഫിറ്റ് ആണ് നല്ല. അതുപോലെ ഇപ്പൊ സീഡ്സിലാണ് നമുക്ക് ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ജിങ്സെങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ജിങ്സെങ് കേട്ടിട്ടുണ്ടാകുന്നുണ്ട്. ജിങ്സെങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഈ ജപ്പാൻകാരെ കഴിക്കും. ആ സാധനത്തിന് ഭയങ്കര ആയുസാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഏജ്. നമ്മളൊരു 50 വയസ്സ് ജീവിക്കാനുള്ളതാണെങ്കിൽ 80 വയസ്സ് 100 വർഷം ജീവിക്കാനുള്ള ഒരു സീഡ് കഴിക്കുമ്പോൾ നമുക്കും ആ ഒരു എക്സ്റ്റൻഷൻ കിട്ടുക. അതാ എന്റെ തോട്ട്. കാര്യം മനസ്സിലായോ? കുറെ അന്വേഷിച്ചു. ജിങ്സെങ് എന്ന് മാത്രമല്ല വേറൊരു സാധനമുണ്ട്. ജിങ്സെങ് പിന്നെ ഒരു സാധനം, അതൊരു ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ചാറ്റ് ജിപിടിയിലെ നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സാധനത്തിനെ കുറിച്ച്. അത് എവിടെ, കാരണം സാധനം ഇപ്പൊ മേടിക്കാനും കിട്ടുന്നുണ്ട്. ചിന്തിച്ചു അത് മാത്രം കഴിച്ച് ജീവിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു. ചത്തു എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ കുറെ ബയോളജി റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചത് എന്താ സംഭവം. അപ്പൊ അവര് ചോദിച്ചു, നീ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത്? സാധാരണ ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞാലും കൂടെ എന്റെ പേപ്പർ ആ സബ്ജക്റ്റിനെ കുറിച്ചാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജില് ഈ ബോട്ടാണി PG ചെയ്യുന്ന ആളടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ ജിങ്സെങ് ആ സംഭവത്തിനെ കുറിച്ചൊക്കെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ അന്വേഷിക്കണം, നീ ഒരു പാട്ടുകാരനല്ലേ. ഇതിന്റെ ആവശ്യമില്ല, എന്റെ പേപ്പർ ഇതിലാണ്. ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസിൽ എന്ത് ചെയ്യും, അത് കണ്ടുപിടിക്കും.
അത് അതെ കണ്ടുപിടിക്കും. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് ഞാൻ വിളിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ ഒറ്റക്ക് മാത്രം കുറെ വർഷം ജീവിക്കട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം. പഴയ ആ എനർജിയും ആ പഴയ ചിരിയൊന്നും പോയിട്ടില്ല. ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ആക്റ്റീവ് ആവാൻ വേണ്ടിട്ട് ഈ മടിയൊക്കെ മാറ്റി ഞങ്ങൾ പതിയെ ആക്റ്റീവ് ആവും. പ്രോക്രാസ്റ്റിനേഷൻ, ഡിസിപ്ലിൻ ഇല്ലായ്മ, പിന്നെ കുറെ മണ്ടത്തരം. പക്ഷെ അതൊക്കെയാണ് റെസ്ലി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടവും അത് തന്നെയാണ്. കാരണം ആളുകൾക്കല്ലാതെ പെട്ടെന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാം അങ്ങനെയൊന്നല്ല. ഇതൊക്കെയാണ് ശരിക്കും ആളുകൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്. അത് തന്നെയാണ് റെസ്ലി ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ. യെസ്. അപ്പൊ ഒരുപാട് സന്തോഷം റെസ്ലി. എപ്പോഴും ഇതുപോലെ തന്നെ പോവാ. 10 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കാണണം. നമുക്കൊരു ഇന്റർവ്യൂ കഴിയണ്ടേ 2-3 വർഷം. അപ്പൊ ഞാൻ വന്നോളാം ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി. ഒരുപാട് താങ്ക് യു സോ മച്ച്.